ഹായ് ഹലോ വെൽക്കം ബാക്ക്. ഞാനിന്ന് വന്നിട്ടുള്ളത് പാറുവിൻ്റെ സ്കൂൾ ഷോപ്പിംഗ് ഒക്കെ കഴിഞ്ഞു. അപ്പോൾ അതിൻ്റെ ചെറിയൊരു വീഡിയോ ആയിട്ടാണ്. ഇതിനകത്ത് നമ്മൾ ഷോപ്പിംഗ് ഒന്നും ഡീറ്റെയിൽഡ് ആയിട്ട് കാണിക്കുന്നില്ല, ജസ്റ്റ് എന്തൊക്കെയാണ് സ്കൂളിലേക്കായിട്ട് വാങ്ങിയെന്നാണ് കാണിക്കുന്നത്. ചിലപ്പം ചില കുട്ടികൾക്കൊക്കെ യൂസ്ഫുൾ ആയാലോ എന്ന് കരുതിയിട്ടാണ് ഈ ഒരു വീഡിയോ ചെയ്യുന്നത്. പാറു പഠിക്കുന്നത് അമൃത വിദ്യാലയത്തിലാണ്, ഇനി 2nd സ്റ്റാൻഡേർഡിലേക്കാണ്. അപ്പം ഞങ്ങൾ രാവിലെ, ഞാനും പാറുവും ലച്ചും കൂടെ രാവിലെ വന്ന് സ്കൂളിൽ നിന്ന് വാങ്ങേണ്ടതൊക്കെ വാങ്ങി, യൂണിഫോമും ടെക്സ്റ്റ് ബുക്കും അങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ വാങ്ങി. എന്നിട്ട് അവിടുത്തെ പാർക്കിൽ കുറച്ച് നേരം കളിച്ചു, എന്നിട്ട് വീട്ടിലേക്ക് പോവാണ് ചെയ്തത്. സ്കൂളിൽ നിന്ന് ഞാൻ യൂണിഫോം വാങ്ങി, ടെക്സ്റ്റ് ബുക്സ് വാങ്ങി, പിന്നെ സോക്സ്, ബെൽറ്റ് അതൊക്കെയുണ്ട് വാങ്ങി. പിന്നെ വൈറ്റ് യൂണിഫോമും നോട്ട് ബുക്സും ഒക്കെ ഞാൻ പുറത്തുനിന്നാണ് വാങ്ങുന്നത്. എന്നിട്ട് ഞങ്ങൾ തിരിച്ചു പോവാണ്. അപ്പോൾ പോകുന്ന വഴിക്ക് ലച്ചുവിന് എപ്പോൾ ഇവിടെ വന്നാലും അവിടെ ഒരു സരസ്വതി സ്റ്റാച്ചു ഉണ്ട്, അതിൻ്റെ ഫ്രണ്ടിൽ നിന്ന് ഫോട്ടോ എടുക്കണം എന്ന് പറയും. എപ്പോൾ വന്നാലും ഞാൻ എടുത്തു കൊടുക്കും. പക്ഷേ ഈ വട്ടം ഞാൻ ഫ്രണ്ടിൽ പോയി എടുത്തില്ല, കാരണം അവിടെ ഒരുപാട് ചെടിച്ചട്ടികളൊക്കെ ഇങ്ങനെ അറേഞ്ച് ചെയ്ത് വെച്ചിട്ടുണ്ടായിരുന്നു. അപ്പോൾ അതുകൊണ്ട് ജസ്റ്റ് സൈഡിൽ നിർത്തി ഫോട്ടോ എടുത്തു, തിരിച്ച് വീട്ടിലേക്ക് പോയി. ഞങ്ങൾ വീട്ടിൽ വന്ന് ജസ്റ്റ് ആ കവറിനകത്ത് എന്തൊക്കെയാണ് ഉള്ളതെന്ന് നോക്കിയിട്ടുണ്ട്. പിന്നെ ഇനി ലഞ്ച് കഴിച്ചിട്ട് ഞങ്ങൾ ബാക്കി ഷോപ്പിങ്ങിന് വേണ്ടിയിട്ട് കരുനാഗപ്പള്ളി പോവാണ്. കരുനാഗപ്പള്ളി ബുക്കും ബാഗും ഒക്കെ ഞങ്ങൾ ചോയ്സ് സൂപ്പർ മാർക്കറ്റിൽ നിന്നാണ് വാങ്ങിയത്. നിങ്ങൾക്ക് കാണുമ്പോൾ തന്നെ അറിയാം, ഞാൻ ഒത്തിരി ഡീറ്റെയിൽഡ് ആയിട്ട് വീഡിയോ എടുത്തിട്ടില്ല. ഒരു എന്താ പറയുക, ഒരു സ്റ്റേഷനറി ഷോപ്പില്ലേ, വലിയൊരു സ്റ്റേഷനറി ഷോപ്പ് പോലെ തന്നെ അവർ അറേഞ്ച് ചെയ്ത് വെച്ചിട്ടുണ്ട്. നോട്ട്ബുക്സ് ആണെങ്കിലും അതേപോലെ ബാക്കി സ്റ്റേഷനറി ഐറ്റംസ് ആണെങ്കിലും സ്കൂൾ ബാഗ്സ്, ബ്രാൻഡഡ് ബാഗ്സ് ഒക്കെ ഉണ്ട് കേട്ടോ. അമേരിക്കൻ ടൂറിസ്റ്റിൻ്റെ ബാഗൊക്കെ ഉണ്ട്. ടിഫിൻ ബോക്സസ്, വാട്ടർ ബോട്ടിൽസ്, പെൻസിൽ ബോക്സ്, പൗച്ചസ്, കൊടകൾ, ഇതെല്ലാം അവർ സെറ്റ് ചെയ്ത് വെച്ചിട്ടുണ്ടായിരുന്നു. അപ്പോൾ അവിടുത്തെ ഷോപ്പിംഗ് ഒക്കെ കഴിഞ്ഞ് ഞങ്ങൾ ഷൂ, സോക്സ്, അതായത് വൈറ്റ് സോക്സ്, വൈറ്റ് യൂണിഫോം ഇതെല്ലാം വാങ്ങിയിട്ട് തിരിച്ചു വന്നു. അപ്പം ഞാൻ ജസ്റ്റ് ആ ഒരു പാക്കറ്റിൽ ഉള്ളത് ഒന്നുകൂടെ ഒന്ന് കാണിക്കാം. അതിനകത്ത് ടെക്സ്റ്റ് ബുക്സ് ഉണ്ട്, പിന്നെ ലാമിനേറ്റഡ് കവറിങ് പേപ്പർ ഉണ്ട്, പിന്നെ 2 സെറ്റ് യൂണിഫോമാണ് ഞാൻ വാങ്ങിയത്. പിന്നെ അതുകൂടാതെ 2 സെറ്റ് സോക്സും ഒരു ബെൽറ്റും വാങ്ങിയിട്ടുണ്ട്. പിന്നെ ഇത് വൈറ്റ് യൂണിഫോം ഞാൻ പുറത്തുനിന്ന് വാങ്ങിയതാണ്. പിന്നെ വൈറ്റ് സോക്സും 2 എണ്ണം വാങ്ങി, ഒരെണ്ണത്തിൻ്റെ ആവശ്യമുള്ളൂ, പിന്നെ ഒരെണ്ണം കൂടെ എക്സ്ട്രാ വാങ്ങി. പിന്നെ ഈ ബ്ലൂ യൂണിഫോം പാറുവിൻ്റെ ഡാൻസ് ക്ലാസ്സിൻ്റെ യൂണിഫോമാണ്, അതും ഒരു എണ്ണം തയ്പ്പിക്കണം. പിന്നെ നോട്ട്ബുക്സ് ഇത് 2 എണ്ണം കഴിഞ്ഞ വർഷത്താണ്, പക്ഷേ ഈ വട്ടം കവറിന് ഇച്ചിരി വ്യത്യാസമുണ്ട്, എന്നാലും നമുക്ക് കവർ മാറ്റി വേണമെങ്കിൽ യൂസ് ചെയ്യാം. പിന്നെ ക്ലാസ്മേറ്റ്സിൻ്റെ നോട്ട്ബുക്കാണ് എല്ലാം വാങ്ങിയത്. റഫ് നോട്ട് സിംഗിൾ ലൈൻ വാങ്ങി, ബാക്കിയെല്ലാം 2 ലൈൻ ആണെങ്കിലും 4 ലൈൻ ആണെങ്കിലും മാത്സിൻ്റെ ഒക്കെ ആണെങ്കിലും 120 പേജസിൻ്റെ ആണ് വാങ്ങിയത്. കാരണം കഴിഞ്ഞ വട്ടം എല്ലാം 160, 172 പേജസിൻ്റെ ഒക്കെ വാങ്ങിയിട്ട് കുഞ്ഞിന് വെയിറ്റ് ആയിരുന്നു. ടെക്സ്റ്റും ബുക്കും ഒക്കെ കൂടെ കൊണ്ടുപോകുമ്പോൾ ആകപ്പാടെ വെയിറ്റ് ആയിരുന്നു. അപ്പോൾ അതുകൊണ്ട് ഞാൻ ഈ വട്ടം 120 പേജസിൻ്റെ ബുക്കാണ് വാങ്ങിയത്. പിന്നെ ഇതേപോലെ കവറിങ് പേപ്പർ ഈ വട്ടത്ത് കുറച്ച് വ്യത്യാസമുണ്ട്, അത് തന്നെ 2 സൈസിലുണ്ട്. നോട്ട്ബുക്സിനും ടെക്സ്റ്റ് ബുക്സിനും വേണ്ടിയിട്ട് 1 2 എണ്ണം എക്സ്ട്രാ കാണും എപ്പോഴും. അപ്പോൾ ഇതാണ് കവറിങ് പേപ്പർ, സ്കൂളിൻ്റെ പേരും, ഇതാണ് ആ സ്റ്റാച്ചു ഞാൻ പറഞ്ഞില്ല, സരസ്വതി സ്റ്റാച്ചു. പിന്നെ ഇതൊക്കെയാണ് ടെക്സ്റ്റ് ബുക്സ്. പഠിക്കാനുള്ളതെന്ന് പറഞ്ഞാൽ മലയാളം, മാത്സ്, ഇംഗ്ലീഷ്, ഹിന്ദി, കമ്പ്യൂട്ടർ, പിന്നെ മോറൽ സ്റ്റോറീസിൻ്റെ അമൃതവിദ്യ എന്ന് പറയുന്ന ഒരു ടെക്സ്റ്റ് ഉണ്ട്. പിന്നെ ഗ്രാമർ ആൻഡ് വർക്ക്ഷീറ്റ് എന്ന് പറഞ്ഞിട്ട് വേറൊരു ബുക്ക് ഉണ്ട്. പിന്നെ അതുപോലെ തന്നെ വേറൊരു വർക്ക്ഷീറ്റ് ഉണ്ട്, അതിനകത്തെന്ന് പറഞ്ഞാൽ GK ഒക്കെ ഇൻക്ലൂഡഡ് ആണ്. പിന്നെ കേഴ്സീവ് റൈറ്റിംഗ്, അതേപോലെ മലയാളം വാക്കുകളൊക്കെ സെപ്പറേറ്റ് പഠിക്കാനുള്ള ബുക്സ് ഉണ്ട്. ഇതാണ് ഇവരുടെ മെയിൻ ടെക്സ്റ്റ്, പേൾസ്, രത്നാസാഗറിൻ്റെ ടെക്സ്റ്റാണ്. ഇതിലാണ് മാത്സും ഇംഗ്ലീഷും 2 ടേം ടെക്സ്റ്റായിട്ടാണ് ഉള്ളത്. ചോയ്സിൽ നിന്ന് വരുന്ന വഴി പിന്നെ ഞങ്ങൾ ഷൂവും വാങ്ങിയായിരുന്നു. ഷൂ ബ്ലാക്കും വൈറ്റും വേണം. ബ്ലാക്ക് ഷൂ വാങ്ങിയത് ബാറ്റയുടെ ഷൂ ആണ്, പക്ഷേ സെയിം സൈസിലുള്ള വൈറ്റ് ഷൂ ഇല്ലായിരുന്നു, അതുകൊണ്ട് പിന്നെ വൈറ്റ് ഷൂ ഒഡീസയുടെ ആണ് വാങ്ങിയത്. ബ്ലാക്ക് ഷൂ കഴിഞ്ഞ വർഷത്തെ ഇരിപ്പുണ്ട്, ഇപ്പോഴും വേണേൽ പോളിഷ് ചെയ്ത് മഴയുള്ളപ്പോഴൊക്കെ നമുക്കത് യൂസ് ചെയ്യാം. കഴിഞ്ഞ വർഷം ആദ്യം തുടക്കത്തിൽ അച്ഛൻ ഷൂ കൊണ്ട് തന്നായിരുന്നേ ബഹ്റിനിൽ നിന്ന് വന്നപ്പോൾ. പിന്നാണ് ഇയറിൻ്റെ ഒക്കെ ആയപ്പോഴാണ് വേറൊരു ഷൂ വാങ്ങിയത്. അപ്പോൾ അത് വേണേൽ യൂസ് ചെയ്യാം, പക്ഷേ വൈറ്റ് കുറച്ച് കളറൊക്കെ മങ്ങി ഒരുമാതിരിയായി. അപ്പോൾ ഈ ഒഡീസയുടെ തന്നെ ലച്ചുവിൻ്റെ സൈസിനുള്ളൊരു ബ്ലാക്ക് ഷൂ വാങ്ങി, കാരണം എന്ത് കണ്ടാലും ഉടനെ ലച്ചുവിന് വേണം, പെൻസിലാണെങ്കിലും ബാഗ് ആണെങ്കിലും ഒക്കെ. അപ്പോൾ അങ്ങനെ ഷൂ കണ്ടപ്പോഴും ഷൂ വേണമെന്ന് പറഞ്ഞിട്ട് ഒരു ബ്ലാക്ക് ഷൂ വാങ്ങി കൊടുത്തിട്ടുണ്ട് ലച്ചുവിന്. പിന്നെ ബാക്കി കുറച്ച് സ്റ്റേഷനറി ഐറ്റം വാങ്ങിയത്, പെൻസിലൊക്കെ ഓൾറെഡി പാറുനുണ്ട്, കഴിഞ്ഞ വട്ടത്തെ ഉണ്ട്. പിന്നെ ഒരു ഷാർപ്പനർ വാങ്ങി, സാധാ ഷാർപ്പനർ ഉണ്ട്, പക്ഷെ ഞാൻ ഇതൊരെണ്ണം വാങ്ങിയെന്ന് വെച്ചാൽ ഇവർ ഷാർപ്പ് ചെയ്തിട്ട് ആ വേസ്റ്റൊക്കെ പൗച്ചിലിടണ്ടല്ലോ എന്ന് കരുതിയിട്ടാണ്. ഡോംസിൻ്റെ 10 രൂപയുടെ ഒരു ഷാർപ്പനറാണ്. പിന്നെ ക്യാമലിൻ്റെ 26 ഷെയ്ഡ്സ് വരുന്ന ക്രയോൺസ് വാങ്ങിയിട്ടുണ്ട്, എനിക്ക് 110 രൂപയാണ് അതിന്. പിന്നെ ഈ പെൻസിൽസൊക്കെ കഴിഞ്ഞ വട്ടം വാങ്ങിയതുകൊണ്ട് പിന്നെ ഗിഫ്റ്റ് കിട്ടിയതുണ്ട്. ബർത്ത്ഡേ ഒക്കെ ആകുമ്പോൾ ഇവർ ചോക്ലേറ്റ്സിനൊപ്പം പെൻസിലോ അല്ലെ അങ്ങനെയുള്ള സാധനങ്ങളൊക്കെ അങ്ങോട്ടും ഇങ്ങോട്ടും ഗിഫ്റ്റായിട്ട് കൊടുക്കും. അപ്പോൾ അങ്ങനെയുള്ള പെൻസിൽസൊക്കെ ഒരുപാട് ഇരിപ്പുണ്ട്. പിന്നെ 1 2 എണ്ണം ആഗ്രഹത്തിന് വാങ്ങിച്ചു കൊടുത്തിട്ടുണ്ട്. പിന്നെ ഇതാണ് ബാഗ് വാങ്ങിയത്, അമേരിക്കൻ ടൂറിസ്റ്റിൻ്റെ ബാഗാണ് വാങ്ങിയിട്ടുള്ളത്. 3 കമ്പാർട്ട്മെൻ്റ് ഉള്ള ബാഗാണ്.
നല്ല സ്പേഷ്യസ് ആണ്, നല്ല ക്വാളിറ്റി മെറ്റീരിയലാണ്, വാഷബിൾ ആണ്. അങ്ങനെ ഉള്ളൊരു ബാഗാണ്. ഇതെല്ലാം ചോയ്സിൽ നിന്ന് തന്നെയാണ് വാങ്ങിയിരിക്കുന്നത്. ഇത് നമുക്ക് വേണമെന്നുണ്ടെങ്കിൽ ഇവിടെ നെയിം പേരെഴുതി ഒട്ടിക്കാനുള്ളൊരു സ്ലോട്ട് ഉണ്ട്. അപ്പോൾ അതിലേക്ക് ഈ ആൽഫബറ്റ്സ് സ്റ്റിക്ക് ചെയ്ത് അങ്ങനെ ഒട്ടിക്കാം, അതിനാണത്. പിന്നെ നമുക്ക് ഇതിൽ തന്നെ വേണേൽ ടിഫിനും ഒക്കെ കൊണ്ടുപോകും. പക്ഷേ ടിഫിൻ ബാഗായിട്ട് ഞാൻ സെപ്പറേറ്റ് ആണ്, എല്ലാം കൂടെ വെയിറ്റ് ആവണ്ടല്ലോ എന്ന് കരുതിയിട്ട് അങ്ങനെയാണ്. കാണുമ്പോൾ തന്നെ അറിയാം. പിന്നെ വാട്ടർ ബോട്ടിൽ വെക്കാനുള്ളൊരു പൗച്ചുണ്ട്. ഇതാണ് ബാഗിൻ്റെ. ഇത് 3 കളർ കോമ്പിനേഷനിലുള്ളതായിരുന്നു ഉള്ളത്. പാറുവിന് ഈ ഒരു ബ്ലൂ ആൻഡ് ഓറഞ്ച് ഷെയ്ഡിൻ്റെയാണ് ഇഷ്ടപ്പെട്ടത്. അപ്പം അതുകൊണ്ട് ഇത് വാങ്ങി. പിന്നെ ബാക്കിലാണെങ്കിലും നമുക്ക് ബാക്കിലിട്ടതിന് ശേഷം ഇങ്ങനെ ഒരു ബെൽറ്റ് പോലൊരു സംഭവമുണ്ട്. അപ്പോൾ അതൊക്കെ ഒട്ടിച്ച് വെക്കാം. അപ്പോൾ ഒന്നുകൂടെ ഒരു സപ്പോർട്ട് കിട്ടും കുട്ടികൾക്ക് ബാഗ് ഇടുമ്പം. പിന്നെ ഇതിൻ്റെ സൈസ് എന്ന് പറയുന്നത് 38 സെൻറ്റിമീറ്റർ ഹൈറ്റ് ആണ് കേട്ടോ. അപ്പോൾ ഞാൻ ആ ഒരു ഹൈറ്റ് നോക്കിയിട്ടാണ് പോയത്. 1 ഇയർ വാറണ്ടി ഉണ്ട്. 38 സെൻറ്റിമീറ്റർ ഹൈറ്റ് ആണ്. നമ്മുടെ ഈ ഒരു പ്രായത്തിൽ ഫസ്റ്റ് സെക്കൻഡ് തേർഡിലൊക്കെ പഠിക്കുന്ന കുട്ടികൾക്കുള്ള കറക്റ്റ് ഒരു സൈസ്. അല്ല ബാഗ് ഒത്തിരി താഴോട്ട് ഇങ്ങനെ കിടക്കും. പിന്നെ ഇത് പൗച്ച്, ഇതൊരു 60-70 റേഞ്ചിലെ പൗച്ചാണ്, ട്രാൻസ്പെറൻ്റ് ആയിട്ടുള്ളത്. പെൻസിൽ ബോക്സ് ആണ് കഴിഞ്ഞ വർഷമൊക്കെ കൊണ്ടുപോയത്. പക്ഷേ പൗച്ച് വേണമെന്ന് പറഞ്ഞുകൊണ്ട് ഈ വട്ടം വാങ്ങിക്കൊടുത്തു. ഇതിൽ കുറച്ച് പെൻസിലും സ്കെയിലും ഷാർപ്പനറും റബ്ബറും ഒക്കെ ഇട്ടിട്ടുണ്ട്. പിന്നെ ഞാൻ പറഞ്ഞല്ലോ, സ്കെയില്, പെൻസിൽ, ഇറേസർ എല്ലാം കഴിഞ്ഞ വട്ടത്തെ ഉണ്ടായിരുന്നു. പിന്നെ വാട്ടർ ബോട്ടിൽ ഇതും ചോയ്സിൽ നിന്ന് വാങ്ങിയതാണ്. ഇതിങ്ങനെ നമുക്ക് ലോക്ക് ചെയ്ത് വെക്കാൻ പറ്റുന്ന ഒരു വാട്ടർ ബോട്ടിലാണ്. ബാഗിലാണെങ്കിലും നമുക്ക് സേഫായിട്ട് കൊണ്ടുപോകാം. പിന്നെ ശരിക്കും പറഞ്ഞ് ഈ വട്ടം പറഞ്ഞു 2 വാട്ടർ ബോട്ടിൽ കൊടുത്തു വിടുന്നുണ്ട്. കഴിഞ്ഞ വട്ടം വലിയ ഒരെണ്ണമായിരുന്നു. അപ്പം ഈ വട്ടം അമ്മ ഓൾറെഡി നേരത്തെ ഒരെണ്ണം വാങ്ങിച്ച് കൊടുത്തിരുന്നു. അപ്പോൾ അതുകൊണ്ട് എക്സ്ട്രാ ഒരെണ്ണം കൂടെ വാങ്ങി കൊടുക്കുകയാണ്. ഇതാണ് ലഞ്ച് ബാഗ്. ഇത് വെക്കേഷൻ തുടങ്ങിയ സമയത്ത് എറണാകുളത്ത് പോയിരുന്നു. അപ്പോൾ ലുലുവിൽ നിന്ന് വാങ്ങിയതാണ്. പിന്നെ ഇതാണ് ഞാൻ പറഞ്ഞ ഒരു വാട്ടർ ബോട്ടിൽ എക്സ്ട്രാ ഉണ്ടെന്ന് പറഞ്ഞു. ഇത് ശരിക്കും ഫ്ലാസ്ക് ആണ് കേട്ടോ, പക്ഷെ ചെറിയ സൈസാണ്. ഇതിലുള്ള വെള്ളം തികയത്തില്ല. അപ്പോൾ അതുകൊണ്ട് ഒരെണ്ണം കൂടെ വാങ്ങിയത്. അപ്പോൾ ഒരെണ്ണം ലഞ്ച് ബാഗിലും ഒരെണ്ണം സ്കൂൾ ബാഗിലും കൊടുത്തിടാലോ എന്ന് കരുതി. തീരുമ്പം എടുത്തു കുടിക്കാമല്ലോ. പിന്നെ ഇത് ടിഫിൻ ബോക്സ് ആണ്. ടിഫിൻ ബോക്സ് അതും ലുലുവിൽ നിന്നാണ് വാങ്ങിയത്. ഇതിനകത്താണെങ്കിൽ നല്ല ക്വാളിറ്റി മെറ്റീരിയലിലുള്ളൊരു ലഞ്ച് ബാഗാണ്. സ്പൂണും ഫോർക്കും ഒക്കെ വേണം നമുക്ക് വെക്കാം. അതിൽ വാട്ടർ ബോട്ടിൽ വെക്കാനുള്ളൊരു സ്ലോട്ടും ഒക്കെ ഉണ്ട്. വാഷബിളാണ്. പിന്നെ ഇത് ലഞ്ച് ബോക്സ്, 2 കമ്പാർട്ട്മെൻറ്റ് വരുന്ന ലഞ്ച് ബോക്സ് ആണ്. അതൊരു ലൈറ്റ് പിങ്ക് ഷെയ്ഡാണ് എടുത്തിട്ടുള്ളത്. പിന്നെ ഈ ഒരു വാട്ടർ ബോട്ടിൽ ഇത് ചോയ്സിൽ നിന്ന് വാങ്ങിയാണ് കേട്ടോ. ഇത് പാറുവിന് സാധനം വാങ്ങാൻ പോയപ്പോൾ ലച്ചു വെറുതെ അവിടെ പോയി നിന്ന് കറങ്ങി തിരിഞ്ഞ് ആ ചേച്ചിമാരെയൊക്കെ സോപ്പിട്ട് അവരെടുത്ത് വള്ളിയൊക്കെ ഇട്ട് തുളയിട്ട് കൊടുത്തു. ഇനി 1-2 ഐറ്റം കൂടെ ഉണ്ട്. ഇതൊക്കെയെന്ന് പറഞ്ഞാൽ പെൻസിലും ഷാർപ്പനറും ഒക്കെയാണ്. ഈ ഒരു യൂണിക്കോണിൻ്റെ ഷാർപ്പനറും പെൻസിലും ലച്ചു വാങ്ങിയതാണ്. ലച്ചു പിന്നെ ബുക്കൊക്കെ എടുക്കുന്നുണ്ടായിരുന്നു. ഇത് രണ്ടും പാറുവിന് വാങ്ങിയാണ്. ഈ പെൻസിൽ ഞങ്ങൾ ട്രിവാൻഡ്രത്ത് നിന്ന് വാങ്ങിയാണ്. ഞാനും ബ്രദറും ഹസ്ബൻഡും കൂടെ ട്രിവാൻഡ്രത്ത് പോയപ്പോൾ വാങ്ങിയാണ്. ഇതിൻ്റെ നിബ്ബ് കണ്ടോ, ഇത് നമുക്കിങ്ങനെ മുകളിൽ പ്രസ് ചെയ്ത് നിബ്ബ് താഴേക്ക് വരും. അത് ഊരി എടുത്തിട്ട് നമുക്ക് പിറകിലായിട്ട് ഇതിനൊരു ചെറിയ ഷാർപ്പനർ ഉണ്ട്. ആ നിബ്ബ് ഷാർപ്പ് ചെയ്തെടുക്കാം. നിബ്ബ് തീരുമ്പോൾ നമ്മൾ വേറെ നിബ്ബ് റീപ്ലേസ് ചെയ്യണം. ഇത് ഞാൻ ആദ്യമായിട്ട് കാണുവാണ് ഈ ഒരു പെൻസിൽ. പിന്നെ ഇത് നമ്മൾ പെൻസിൽ എന്നൊക്കെ പറയുന്ന സംഭവമാണ്. പക്ഷെ നമ്മളൊക്കെ മുകളിൽ ഇങ്ങനെ പ്രസ് ചെയ്തായിരുന്നു. പക്ഷെ ഇതിൻ്റെ താഴെയാണ് ഇങ്ങനെ പ്രസ് ചെയ്യേണ്ടത്. പ്രസ് ചെയ്ത് നിബ്ബ് താഴേക്ക് വരും. ഇതും നിബ്ബ് തീരുമ്പോൾ നമുക്ക് വേറെ വെക്കാം. സോ ഇതൊക്കെയാണ് ഞങ്ങൾ വാങ്ങിയത്. ഇഷ്ടപ്പെട്ടു എന്ന് കരുതുന്നു. വീഡിയോ ഇഷ്ടപ്പെട്ടുവെങ്കിൽ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക. ഇതിനകത്ത് കാണിച്ചിരിക്കുന്ന എന്തിനെങ്കിലും പറ്റി കൂടുതൽ അറിയണമെങ്കിൽ കമൻറ്റ് ചെയ്യുക. സോ എല്ലാ കുഞ്ഞു മക്കൾക്കും നല്ലൊരു അക്കാഡമിക് ഇയർ ആശംസിക്കുന്നു. ഓൾ ദി ബെസ്റ്റ്. താങ്ക് യു ഫോർ വാച്ചിങ്.